ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടെക്സ് മാജിക്. എല്ലാവർക്കും ടെക്സ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും കാലം നമ്മൾ എവിടെ പോയെന്ന് വെച്ചാൽ എങ്ങും പോയെന്നാലും ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യണേ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയുടെ വാച്ചിങ് ഷെയ്ഡാണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററിയുടെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളെന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുമ്പ് നമ്മൾ വാച്ചിങ് ഷെയ്ഡ് കുറേ നടത്തിയിരുന്നു. അപ്പോൾ അത് കാണാത്തവർക്കാണ് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ഗൈസ്, അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ഒരു ലിയോ പോളിമർ ബാറ്ററിയാണ്. 3.7 വോൾട്ട് ഔട്ട്പുട്ട് വരുന്നൊരു ബാറ്ററിയാണ്. നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഇൻബിൽട്ട് ആയിട്ടുള്ള ബാറ്ററിയാണ്, റിമൂവൽ ആയിട്ടുള്ള ബാറ്ററി അല്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ നോക്കാം. ഗൈസ്, ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ പവർ ബോർഡ് ഒന്ന് റിമൂവ് ചെയ്യണം. പവർ ബോർഡ് എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററി നിന്ന് ചാർജ് കറക്റ്റ് 3.7 വോൾട്ട് ഔട്ട്പുട്ട് വരാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഒരു ബോർഡാണ് ഈ ഒരു പവർ ബോർഡ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ റിമൈൻഡർ ആയിട്ടുള്ള ചാർജും കൂടെ അങ്ങ് ഷോർട്ടാക്കി കളയണം, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ബാറ്ററി റിമൂവ് ചെയ്യുമ്പോൾ സ്പാർക്ക് വരാൻ ചാൻസ് ഉണ്ട്. ശേഷം നമുക്ക് ഈ പവർ ബോർഡ് അങ്ങ് റിമൂവ് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ബാറ്ററിയുടെ ഏറ്റവും പുറത്തുള്ള ഒരു കോട്ടിംഗ് ഉണ്ട്, അതങ്ങ് റിമൂവ് ചെയ്യാം. ആ കോട്ടിംഗ് നമ്മുടെ ബ്രാൻഡ് നെയിം അതുപോലെ തന്നെ ബാറ്ററിയുടെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിരിക്കുന്ന ആ ഒരു കോട്ടിംഗ് ആണ്. നമുക്ക് ആദ്യം തന്നെ ആ ഒരു കോട്ടിംഗ് അങ്ങ് റിമൂവ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ പുറത്തുള്ള കോട്ടിങ്ങിനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷീറ്റാണ് കാണുന്നത്. ഇത് ഒരുപാട് ഇങ്ങനെ ചുറ്റിയാണ് ഈ ഒരു ബാറ്ററിയുടെ ഉള്ളിൽ ഇരിക്കുന്നത്. ഇതിൽ 2 ഷീറ്റാണുള്ളത്, ആനോഡ് ഷീറ്റും അതുപോലെ തന്നെ കാഥോഡ് ഷീറ്റും. ആനോഡ് എന്ന് വെച്ചാൽ നെഗറ്റീവ് ചാർജും അതുപോലെ തന്നെ കാഥോഡ് എന്ന് വെച്ചാൽ പോസിറ്റീവ് ചാർജാണ് ഈ ഒരു ബാറ്ററിയിലോട്ട് നൽകുന്നത്. ഇതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു 2 ഷീറ്റും ആക്ട് ചെയ്യുന്നത്. അതുപോലെ ഈ ഒരു ആനോഡ് ഷീറ്റിൻ്റെ കാഥോഡ് ഷീറ്റിൻ്റെ ഇടയിലായിട്ട് ഒരുപാട് ആസിഡ്സും അതുപോലെ തന്നെ കെമിക്കൽസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ആനോഡ് ഷീറ്റും കാഥോഡ് ഷീറ്റും തമ്മിൽ വേർതിരിക്കുകയാണ്. ഇതൊരു ആനോഡ് ഷീറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിക്ക് നെഗറ്റീവ് ചാർജും കാഥോഡ് ഷീറ്റ് പോസിറ്റീവ് ചാർജാണ് നൽകുന്നത്. അപ്പോൾ ഈ ഒരു 2 ഷീറ്റാണ് നമുക്കിവിടെ കാണുന്നത്. ഈ 2 ഷീറ്റിൻ്റെ ഇടയിൽ ഒരു പ്ലാസ്റ്റിക് നമുക്ക് കാണാം, കാരണം അവർ 2 ഷോർട്ടാവാതിരിക്കാനാണ് ഈ ഒരു പ്ലാസ്റ്റിക് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബാറ്ററിയുടെ അകത്ത് ഇത്ര ആനോഡും കാഥോഡും ഇത്ര ചുറ്റിയാണ് കയറിക്കുന്നത്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ആനോഡ് ഷീറ്റാണ്, അതായത് നമ്മുടെ ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു കോപ്പറാണ് ഉള്ളത്. ഈ ഒരു കോപ്പറാണ് നമ്മുടെ ഒരു ആനോഡ് ഷീറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ കോപ്പർ മെറ്റീരിയൽസ് നിങ്ങൾക്ക് കാണാം. അടുത്തായിട്ട് നമ്മൾ കാഥോഡ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. കാഥോഡ് ഷീറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിക്ക് പോസിറ്റീവ് ചാർജ് നൽകുന്നതാണ്. ഈ ഒരു കാഥോഡ് ഷീറ്റിൻ്റെ ഇടയിലാണ് നമ്മളൊരു പ്ലാസ്റ്റിക് ഇടുന്നത്. ഇവ രണ്ടും കോൺടാക്ട് ചെയ്യാതിരിക്കാനായിട്ട് പ്ലാസ്റ്റിക് ഇടുന്നത്. മാത്രമല്ല നമ്മളെ കാഥോഡ് ഷീറ്റിന് ഒരു കോപ്പർ ഒരു കാർബൺ കോട്ടിങ്ങും കാണാം. ഈ ഒരു കാർബൺ കോട്ടിങ് നമുക്ക് മേലെ ഒരു ബ്ലാക്ക് നിറത്തിൽ കാണുന്നതാണ് ഈ ഒരു കാർബൺ കോട്ടിങ്. അപ്പോൾ ഇത്രയുമാണ് നമ്മളൊരു ലിയോ പോളിമർ ബാറ്ററിയുടെ അകത്തിരിക്കുന്ന മെറ്റീരിയൽസ്. നമുക്ക് അടുത്ത ബാറ്ററിയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ഒരു ടാബ്ലറ്റിൻ്റെ കുറച്ച് വീങ്ങിയിട്ടുള്ളൊരു ബാറ്ററി എടുത്തിട്ടുണ്ട്. ഒരു പെരിയൊരു ബാറ്ററിയാണ്. ബാറ്ററി ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ അത് പെരുവാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാറ്ററി നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇങ്ങനെയുള്ളൊരു മെറ്റീരിയൽസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ ആനോഡ് കാഥോഡ് ഷീറ്റെല്ലാം ദ്രവിച്ച ഒരുമാതിരിയുള്ള അവസ്ഥയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ ബാറ്ററി ഓവറായിട്ട് യൂസ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഒരുപാട് പഴക്കമുള്ള ബാറ്ററിയൊക്കെ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്തുള്ള ഒരു ആനോഡിൻ്റെ മുകളിലുള്ള ഒരു കോട്ടിങ് ആയിട്ടുള്ള കാർബണാണ് ഇങ്ങനെ ദ്രവിച്ച് വന്നിരിക്കുന്നത്.
ഇതിൽ ഫുള്ള് കെമിക്കൽസ്, അതുപോലെ നല്ല സ്മെല്ലും എടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആനോഡായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ആനോഡ് സീറ്റാണ് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇവിടെ കോപ്പറാണ് ആക്ട് ചെയ്യുന്നത് ആനോഡായിട്ട്. അതിന് മേലെ നമുക്കൊരു കാർബണിൻ്റെ കുറച്ച് ഒരു കോട്ടിങ്ങും കാണാം. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് എടുത്തിരിക്കുന്ന ഒരു സാംസങ്ങിൻ്റെ ബാറ്ററിയാണ്. ഇത് ലിയോ അയോൺ ബാറ്ററിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ള ബാറ്ററി അപേക്ഷിച്ച് ഇതിൻ്റെ സാംസങ്ങിൻ്റെ ബാറ്ററിയുടെ പുറത്തുള്ള ഒരു കോട്ടിങ് വളരെ കട്ടിയുള്ള ഒരു മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് പാടാണ് നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ശ്രമിക്കാം. അപ്പോൾ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തുള്ള മെറ്റൽ പ്ലേറ്റ് അങ്ങ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ എല്ലാ ബാറ്ററിയുടെ പോലുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ആനോഡും ഷീറ്റ്, അതുപോലെ തന്നെ കാഥോഡ് ഷീറ്റ്, പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഒരു പ്ലാസ്റ്റിക് ഇതും നമുക്ക് ഇതിനകത്ത് കാണാം. പക്ഷേ സാധാരണ ബാറ്ററി അപേക്ഷിച്ച് സാംസങ്ങിൻ്റെ ബാറ്ററി കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. മാത്രമല്ല നമുക്ക് ആനോഡ് ഷീറ്റിൻ്റെ ആ ടെർമിനലും ഇതിലൂടെ കാണാം. ബാക്കി 2 ബാറ്ററിയിൽ അതങ്ങ് റിമൂവ് ആയി പോയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ഇത്രയുമാണ് നമ്മളൊരു ബാറ്ററിയുടെ അകത്തുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണിക്കുന്ന സബ്സ്ക്രൈബ്, നമ്മൾ ആദ്യമായിട്ടൊന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3 ബാറ്ററിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ആരും അനുകരിക്കാൻ ശ്രമിക്കരുത്, കാരണം ഇത് വളരെ ഡേഞ്ചറാണ്. നമ്മളിപ്പോൾ മാക്സിമം ബാറ്ററിയുടെ ചാർജെല്ലാം കളഞ്ഞിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാറ്ററി നിങ്ങളിപ്പോൾ ചെയ്ത് നോക്കുമ്പോൾ ഈ ബാറ്ററി ചാർജൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കാനൊക്കെ സാധ്യതയുണ്ട്. ഇത് വളരെ ഡേഞ്ചറായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആരും ഒന്ന് അനുകരിക്കാതിരിക്കുക. അപ്പം നിങ്ങൾക്ക് ഇതിനകത്തുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ചെയ്തിരിക്കുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നത്. ബൈ, സൈനിങ് ഓഫ്.